വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം തിരുവചനം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയം തൻ്റെ ആദ്യജാതനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഇവിടെ ആദ്യജാതൻ എന്ന് പറയുമ്പോൾ ആദ്യജാതന്മാർ എല്ലാവരും ഏകജാതന്മാരല്ല. എന്നാൽ ഏകജാതൻ എപ്പോഴും ആദ്യജാതനാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആദ്യജാതൻ തീർച്ചയായും ഏകജാതനാണ്. ഈ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം അവന് മുൻപ് അല്ലെങ്കിൽ പിൻപ് മറ്റാരും അവളിൽ നിന്ന് ജനിച്ചിട്ടില്ല. 2, ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രസവ സമയത്ത് അവളെ സഹായിക്കുവാൻ മിഡ്വൈഫ് പോലുള്ള ആരും ഇല്ലായിരുന്നു. അവൾ തന്നെ ശിശുവിനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തുന്നു. അപ്പോൾ അവളുടെ ഈ പ്രസവം എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ളതല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ തന്നെ വേദനയില്ലാത്ത അടച്ചിട്ട വാതിലടച്ചിട്ട മുറിയിൽ നിന്നും ഈശോ എപ്രകാരം പുറത്തു പോകുന്നുവോ അതുപോലെ തന്നെ ആയിരുന്നു അവൻ്റെ ജനനം. തുടർന്ന് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തുന്നു. ഒരു തൊഴുത്തിൻ്റെ പുൽത്തൊട്ടി എന്ന് പറഞ്ഞാൽ ആ തൊഴുത്തിലെ മൃഗങ്ങൾക്ക് ഭക്ഷണം ആയ പുല്ല് ഇട്ടുകൊടുക്കുന്ന സ്ഥലമാണ്. എന്തുകൊണ്ടാണ് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് മറിയം അവനെ പുൽത്തൊട്ടിയിൽ കിടത്തിയത്? അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: മനുഷ്യൻ തങ്ങളുടെ പാപം മൂലം മൃഗ തുല്യരായി തീർന്നു. ആത്മാവ് നഷ്ടപ്പെട്ട ജഡമായി തീർന്ന മനുഷ്യർ അവർക്ക് യഥാർത്ഥ ഭക്ഷണമായ ജീവൻ്റെ അപ്പമായ യേശുവിനെ കൊടുക്കേണ്ടതിന് വേണ്ടി, അങ്ങനെ അവനെ ഭക്ഷിക്കുക വഴി അവർക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി, അവനെ ഭക്ഷണമായിട്ട് മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ, മൃഗതുല്യരായ മനുഷ്യർക്ക് ഭക്ഷിക്കുവാനും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ വീണ്ടെടുക്കുവാനും വേണ്ടി പിള്ളത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നു. അതെ, സകലത്തെയും സൃഷ്ടിച്ചവൻ, എല്ലാം സൃഷ്ടികളെയും തൻ്റെ സൗന്ദര്യത്താൽ പൊതിഞ്ഞവൻ ഇപ്പോൾ ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ പിള്ളക്കച്ചകളാൽ പൊതിയപ്പെട്ട് പുൽത്തൊട്ടിയിൽ കിടക്കുന്നു. എന്തിനു വേണ്ടിയെന്നാൽ മനുഷ്യന് സകലതും നൽകുവാൻ വേണ്ടി. അവൻ്റെ ദാരിദ്ര്യ സ്വീകരണത്തിൽ നിന്നും നാം സമ്പന്നരായിത്തീരുന്നു. അവൻ്റെ ഇല്ലായ്മയിൽ നിന്നും നാം സമ്പന്നരാകുന്നു. മനുഷ്യരുടെ സകല ഇല്ലായ്മകളും കുറവും അവൻ ഏറ്റെടുത്ത് എല്ലാ കുറവുകളും ഉള്ളവനായി മനുഷ്യനായിട്ട് ജനിച്ചു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.